ഇപ്പോൾ ഈ പ്രബോധന പ്രവർത്തനങ്ങളിലേക്കും അല്ലെങ്കിൽ ഇത്തരം പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കുന്ന സംഘടനാ പ്രവർത്തനങ്ങളിലേക്കുമൊക്കെ സമയം കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ ഭൗതിക ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഉള്ള ടൈമിന് അതിനെ ബാധിക്കും എന്നൊരു ചിന്ത കൊണ്ട് പിന്തിരിയുന്നവരുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മക്കളെയൊക്കെ MSMൻ്റെയോ IGMൻ്റെയോ ഒക്കെ പ്രോഗ്രാമിന് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ ക്ഷണിക്കുമ്പോൾ അവരുടെ പഠനത്തെ അത് ബാധിക്കും എന്നുള്ള രൂപത്തിൽ പറയുന്ന രക്ഷിതാക്കൾ പോലും ഉണ്ട്. കുട്ടിക്കാലം മുതൽക്ക് ബാലവേദിയിൽ പ്രവർത്തിച്ചു, MSMൽ പ്രവർത്തിച്ചു, യുവജനസംഘടനയായ ESMലും പ്രവർത്തിച്ച് അതിൻ്റെ ഒരു പ്രായപരിധി കാലം പിന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇത്തരം ചിന്താഗതികൾ എങ്ങനെയാണ് കാണുന്നത്? സംഘടനാ പ്രവർത്തനങ്ങൾ ഇതൊരു നിഷ്ഫലമായതായിട്ട് തോന്നിയിട്ടുണ്ടോ, ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇവിടെ ഇരുന്നു കൊണ്ട് വളരെ ആത്മാർത്ഥമായി പറയാൻ കഴിയുന്ന ഒരു വാചകം, ഞാൻ പ്രവർത്തിച്ചു വന്ന ഈ പ്രസ്ഥാനം യഥാർത്ഥത്തിൽ അതാണ് ഇന്ന് ആരോഗ്യത്തോടു കൂടി ഇങ്ങനെ സംസാരിക്കുവാൻ എന്നെ പ്രാപ്തനാക്കിയത് എന്നുള്ളതാണ്. കാരണം ഒരുപാട് അനുഗ്രഹങ്ങൾ ആ രൂപത്തിൽ അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ രോഗം സ്ഥിരീകരിക്കുമ്പോൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന സമ്മേളനം കരിപ്പൂരിൽ പന്തൽ നാട്ടുകയാണ്. അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇസ്ലാഹി പ്രവർത്തകരുടെ, ഞാനത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല, ആദർശ ബന്ധുക്കളുടെ കൂട്ടായ്മകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മുവഹിദീങ്ങളുടെ കൂട്ടായ്മയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെയും എന്നെക്കുറിച്ച് സംസാരിക്കുകയും ഈ വിഷയങ്ങൾ പറയുകയും ഒരുപക്ഷെ ഞാൻ അറിഞ്ഞിട്ടുണ്ടാവില്ല, പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. 10,000-കണക്കിന് മുവഹിദുകളുടെ പ്രാർത്ഥന അത് ലഭിക്കണമെങ്കിൽ ഈ പ്രസ്ഥാനത്തിൽ തന്നെ നിൽക്കണമല്ലോ. അത് വലിയൊരു ഘടകം തന്നെയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോവുക എന്നുള്ളത്. അതോടൊപ്പം ISMൻ്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ടേമിലെ സംസ്ഥാന ഭാരവാഹിയായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് അത് അള്ളാഹു ഒരുക്കി തന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോഴും എൻ്റെ ഫോണിൽ അന്നത്തെ ജനറൽ സെക്രട്ടറിയുടെ, ഇന്നും അദ്ദേഹം ജനറൽ സെക്രട്ടറിയാണ്, ഒരു മെസ്സേജ് ഇപ്പോഴും കിടക്കുന്നുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുന്ന കുറച്ച് വാചകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നോട് പറഞ്ഞു, ഷാനവാസ്, ഏതറ്റം വരെ പോയാലും നമ്മൾ ഇത് ചികിത്സിക്കും എന്നുള്ളതാണ്. ഇത് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡോക്ടറുടെ ചില സംസാരങ്ങളും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ശൂന്യതയിൽ നിൽക്കുമ്പോഴാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇങ്ങനെ നമുക്ക് കരുത്തു പകരുന്ന ഒരു പ്രസ്ഥാനം, അത് സംസാരം കൊണ്ട് മാത്രമൊന്നുമല്ല. 250 കോടി രൂപ പെട്ടെന്ന് ആശുപത്രിയിൽ അടയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ എവിടുന്നാണ്, എങ്ങനെയാണ് ആ പണം വന്നെത്തിയത് എന്ന് പോലും ഞങ്ങൾക്കറിയില്ല. എന്നാൽ അതൊരു പബ്ലിസിറ്റിക്ക് വിധേയമാക്കാതെ ആ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്തു തന്ന ഒരു പ്രസ്ഥാനം. ഇങ്ങനെയൊക്കെ ഉള്ള അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴാണല്ലോ നമുക്കത് കിട്ടുക. അങ്ങനെയാണെങ്കിൽ ആരോഗ്യമുണ്ടെങ്കിലേ നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ. മക്കളോട് പറയാനുള്ളത്, ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ. ഈ ആരോഗ്യം എപ്പോഴാണോ ക്ഷയിച്ചു പോകുന്നത്, അവിടെ നമ്മൾ തളർന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മളെ താങ്ങി നിർത്തുന്ന, നമുക്ക് കരുത്ത് പകരുന്ന ഒരു കൂട്ടായ്മ നമ്മളുടെ കൂടെ ഉണ്ട് എങ്കിൽ അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത്. ആ നിലക്കാണ് എൻ്റെ സംഘടനാ പ്രവർത്തനങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളതും ഇപ്പോഴും കൊണ്ടുപോകുന്നത്. മാഷാ അല്ലാഹ്.